ഓണം നല്ല സൂപ്പറായിട്ട് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തവണത്തെ ഓണം എങ്ങനെയായിരുന്നു എന്ന് കമൻസിൽ പറയാം. മിസ്സിൻ്റെ എന്തായാലും നല്ല അടിപൊളി തന്നെയായിരുന്നു ഓണം സെലിബ്രേഷൻസ് ഒക്കെ. അപ്പോൾ ഓണം സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ വീണ്ടും സ്കൂളൊക്കെ തുറന്ന് സ്കൂളിലൊക്കെ പോയി തുടങ്ങിയല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട്? ആൻസർ ഷീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവല്ലോ നിങ്ങൾക്ക് പലർക്കും അല്ലേ. എങ്ങനെയുണ്ട് നിങ്ങളുടെ മാർക്ക്? നിങ്ങൾ ഇട്ട എഫേർട്ടിനനുസരിച്ചിട്ടുള്ള മാർക്ക് തന്നെയാണോ നിങ്ങൾ പലർക്കും കിട്ടിയിട്ടുള്ളത്? പക്ഷെ ഒരു പക്ഷേ ഒരു 80% കുട്ടികൾക്ക് വേണ്ടത്ര രീതിയിൽ അല്ലെങ്കിൽ അവരുടെ കഴിവിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളിട്ട എഫേർട്ടിനനുസരിച്ചുള്ള മാർക്ക് കിട്ടാതെ ഇരിക്കാം. പലർക്കും സ്കൂളുകൾ നടത്തി, എല്ലാവർക്കും സ്കൂളുകളാണ് നടത്തിയത് പ്ലസ് 1 പ്ലസ് 2 കേസിൽ ഓണം എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്കൂളിൻ്റെ ഒരു ലെവൽ അനുസരിച്ചിട്ടായിരിക്കും, അവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസിനനുസരിച്ചിട്ടായിരിക്കും സ്കൂളുകാരായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ സ്കൂൾ നടത്തുന്നതുകൊണ്ട് തന്നെ ഒരു ഓണം എക്സാം എന്നുള്ളൊരു പേടിയൊന്നും ഇല്ലാതെ ഒരു സ്കൂൾ ടെസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും പലരും ഓണം എക്സാമിന് അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ ഒരു ലെവലിലായിരിക്കരുത് നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള എക്സാംസിനെ കാണേണ്ടത്. ഓണം ഇപ്പോൾ ഇങ്ങനെ നടത്തിയാലും ഇനി വരുന്ന ക്രിസ്മസ് എക്സാംസ് ഉണ്ട്, അതൊരിക്കലും ഇതേ ഈ ഒരു ലെവലിലായിരിക്കില്ല. ഇതുപോലെ സ്കൂൾ നടത്തുക അങ്ങനെയല്ല, അത് ചിട്ടയായ രീതിയിൽ തന്നെ ടൈം ടേബിളും സ്കെഡ്യൂളും ഒക്കെ ചെയ്ത് പ്രോപ്പറായിട്ടൊരു പബ്ലിക് എക്സാമിന് എങ്ങനെയാണോ ഉണ്ടാവുക ആ ഒരു ലെവലിൽ തന്നെയായിരിക്കും കോമൺ ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയുള്ള എക്സാംസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവുന്നത്. അപ്പോൾ ഓണം എക്സാമിന് പലർക്കും വിചാരിച്ചത്ര മാർക്ക് കിട്ടാതെ പോയവരുണ്ടാവും. അല്ലെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, 100% ഇട്ട് പഠിച്ചു, സ്കൂൾ നടത്തുന്ന ആൾ അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഓണം എക്സാമിന് മുൻപ് സീരിയസ് ആയിട്ടിരുന്ന് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടും ആൻസർ ഷീറ്റ് കിട്ടിയപ്പോൾ മാർക്ക് കിട്ടാതെ പോയ പലരും ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികളോടാണ് മിസ്സിന് മെയിനായിട്ട് പറയാനുള്ളത്. ബാക്കിയുള്ളവരും കേൾക്കേണ്ടെന്നല്ല, നിങ്ങൾ അപ്രോച്ച് ചെയ്ത രീതിയിൽ എന്തോ ഒരു പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച രീതിയിൽ എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ എഫേർട്ട് റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാഞ്ഞത്, ഒരു ബെസ്റ്റ് റിസൾട്ടിലേക്ക് എഫേർട്ടിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റാഞ്ഞത്. പലരും പഠിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ബുക്ക് എടുക്കുന്നു, ബുക്ക് വായിക്കുന്നു, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യുന്നു. ഇതൊക്കെയാണ് പഠിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യം. പക്ഷെ ഇത് മാത്രമല്ല, എഫക്റ്റീവായിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എക്സാംസിൻ്റെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺസ് മനസ്സിലാക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളൊരു കാര്യത്തെ നല്ല വൃത്തിയായിട്ട് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പോട്ടെ, ഓണം എക്സാമിന് മാർക്ക് കിട്ടാതെയല്ല, നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല. ഇനിയിപ്പോൾ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക, പക്ഷെ ഒരു കാരണവശാലും ബാക്കോട്ട് പോകരുത്. അപ്പോൾ മാർക്ക് നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടുകയല്ല വേണ്ടത്. നമ്മുടെ മുന്നിൽ ഇനിയും സമയമുണ്ട് ക്രിസ്മസ് എക്സാം വരെ. അപ്പോൾ അതിനെന്ത് ചെയ്യുക, മാക്സിമം നന്നായിട്ട് ഒരു പുതിയ തുടക്കം തന്നെ ആയിക്കോട്ടെ. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഒരു പുതിയ ഫ്രഷ് സ്റ്റാർട്ടായിട്ട് ഇനി അങ്ങോട്ട് പഠിച്ച് തുടങ്ങുകയാണ് വേണ്ടത്. പക്ഷെ പഠിച്ച് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, കഴിഞ്ഞ തവണ ചെയ്ത മിസ്റ്റേക്സുകളൊന്നും റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കണം നിങ്ങൾ ഇനി പഠിക്കാനായിട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇപ്പോൾ നമ്മളാണെങ്കിൽ ഒരു ഓണം വെക്കേഷൻ്റെ മൂഡിലായിരുന്നു, അത് കഴിഞ്ഞ് ഇനി ക്ലാസ്സസ് ഒക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, 3 ദിവസത്തെ സമയം നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ പോലെ തന്നിട്ടുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ എടുത്ത് തുടങ്ങാതെ നിങ്ങൾക്ക് കുറച്ച് സമയം എടുത്ത് ആ ഒരു ട്രാക്കിലേക്ക് കയറുക. ഇനി നമ്മൾ സെപ്റ്റംബർ 12 എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, നമ്മൾ ക്ലാസ്സസ് ഈ ഫ്രൈഡേ നമ്മൾ ക്ലാസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് ഒന്നിച്ച് തന്നെ പഠിക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻസ് എടുക്കാത്ത കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണ് കേട്ടോ വേണ്ടത്. ഫീച്ചേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം നമ്മുടെ ബാച്ചിൽ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ബാച്ചിലുണ്ട്. PDF നോട്ട്സ് ഉണ്ട്, PYQs ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്, ലൈവ് സെഷൻസ് ഉണ്ട്, പിന്നെ ലൈവ് റെക്കോർഡായി വരുന്നുണ്ട്, അതിൻ്റെ നോട്ട്സ് ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബാച്ചിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ നമ്മളിതാ 12-ാം തീയതി മുതൽ വീണ്ടും പഠിച്ചു തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇനി നമുക്ക് സമയം കളയാനില്ല അല്ലേ, ഒട്ടും സമയം കളയാനില്ല, ശരിയായ തീരുമാനം എടുക്കേണ്ട സമയമാണ്. അപ്പോൾ അഡ്മിഷന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.